എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും ഹൃദ്യമായ സ്നേഹം നിറഞ്ഞ സ്വാഗതം കേട്ടോ. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ വേണ്ടി പോകുന്നത് പാവയ്ക്ക ഉപയോഗിച്ചിട്ടുള്ള, അതായത് കൈപ്പയ്ക്ക ഉപയോഗിച്ചിട്ടുള്ള ഒരടിപൊളി മെഴുക്കുവരട്ടിയാണ് കേട്ടോ. ഒട്ടും ഒരു തരി പോലും കയ്പില്ലാതെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി തോരനാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കണേ. അപ്പോൾ പാവയ്ക്ക ഞാൻ ഇതുപോലെയാണ് അരിഞ്ഞെടുത്തിട്ടുള്ളത് തോരൻ വയ്ക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. പാവയ്ക്ക കഴിക്കാനായിട്ട് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു വെജിറ്റബിൾ ആണെങ്കിൽ പോലും അതിൻ്റെ കയ്പ്പ് കൊണ്ട് ഒട്ടുമിക്ക ആളുകളും തന്നെ സ്കിപ്പ് ചെയ്യുന്നൊരു വെജിറ്റബിളാണിത്. അപ്പോൾ എന്താണ്, ഒത്തിരി ഗുണങ്ങളുള്ള ഈ പാവയ്ക്ക എന്താ പറയുക, വളരെ രുചികരമായ ഒരു തോരനാണ്, അല്ലെങ്കിൽ ഒരു മെഴുക്കുവരട്ടിയാണ് നമ്മൾ തയ്യാറാക്കാൻ വേണ്ടി പോകുന്നത് കേട്ടോ. പാവയ്ക്ക നന്നായിട്ട് കടയിൽ നിന്നൊക്കെ കൊണ്ടുവരുന്നതാണെങ്കിൽ നന്നായിട്ട് കുറച്ച് നേരം ഉപ്പുവെള്ളത്തിലൊക്കെ ഇട്ട് വെച്ചതിന് ശേഷം നന്നായിട്ട് ഉരച്ച് കഴുകുക. കൈ ഉപയോഗിച്ച് നന്നായി തിരുമ്മി 3-4 വട്ടം കഴുകിയതിന് ശേഷം അതിൻ്റെ ഉള്ളിലുള്ള ഇതൊക്കെ കളഞ്ഞിട്ട് ഇതുപോലെ ഒന്ന് കഴുകിയെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. പിന്നെ ഒരു ചട്ടി നമ്മൾ പാത്രം അടുപ്പത്തേക്ക് വെക്കുക. അതിലേക്ക് വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അതിലേക്ക് നമ്മൾ 1 ടീസ്പൂൺ അളവിൽ കടുകും കൂടി ചേർത്ത് കൊടുത്ത് കടുകൊന്ന് പൊട്ടട്ടെ കേട്ടോ. കടുക് പൊട്ടി കഴിയുമ്പോഴത്തേക്കും നമ്മൾ ഈ ഒരു വെളിച്ചെണ്ണയിലേക്ക് പിന്നെന്താണ് 1/4 ടീസ്പൂൺ അളവിൽ ചെറിയുള്ളി, അതുപോലെ 1 ചെറിയുള്ളി ഇട്ടാൽ മതി. ആ ഒരു ചെറിയുള്ളി, പിന്നെ ഒരു 2-3 ചെറിയ വെളുത്തുള്ളി പൊടിയായിട്ടൊന്ന് അരിഞ്ഞൊന്ന് ഇട്ട് കൊടുക്കുക കേട്ടോ. അതൊന്ന് മൂത്ത് വരുമ്പോഴത്തേക്കും നമ്മൾ നീളത്തിൽ അരിഞ്ഞിട്ടുള്ള സവോളയും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. ഈ സവോളയൊക്കെ ഇതിൽ കിടന്നിട്ട് നന്നായിട്ട് വഴണ്ട് വരട്ടെ കേട്ടോ. ഒരു സവോള എടുത്തോളൂ. പിന്നെ ആദ്യം കുറച്ചാണ് ഇട്ട് കൊടുത്തത്, അപ്പോൾ വളരെ കുറവാന്ന് തോന്നിയതുകൊണ്ട് ഞാനൊരു സവോളയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊന്ന് ഈ ഒരു ചെറിയുള്ളിയും വെളുത്തുള്ളിയും കടുകും ഈ സവോളയൊക്കെ നന്നായിട്ട് ഇതിലെ വാട്ടർ കണ്ടൻറ്റൊക്കെ പോയി ഇത് നന്നായിട്ടൊന്ന് വഴണ്ട് വരട്ടെ കേട്ടോ. അപ്പോൾ അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യണം കേട്ടോ. അത് നല്ല അടിപൊളിയായിട്ടുള്ളൊരു തോരനാണ്. ഒരു തരി പോലും പാവയ്ക്കൊക്കെ കഴിപ്പൊന്നും ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ എല്ലാവർക്കും കഴിക്കാൻ വളരെ നല്ലതാണ് പാവയ്ക്ക. അപ്പോൾ ഇടയ്ക്കൊക്കെ നമ്മൾ ആഴ്ചയിൽ ഒരിക്കലൊക്കെ ഈ പാവയ്ക്കൊക്കെ നമ്മളുടെ ഭക്ഷണത്തിൻ്റെ ശീലമാക്കുന്നത് വളരെ നല്ലതാണ് കേട്ടോ. ഇപ്പോൾ കണ്ടില്ലേ, നമ്മൾ ആ പാവയ്ക്ക കുറച്ച് നേരം അടച്ചൊക്കെ ഒന്ന് വെച്ച് കൊടുത്തപ്പോൾ നമ്മളുടെ പാവയ്ക്കല്ല, നമ്മളുടെ സവോളയിലുള്ള എന്താ പറയുക, കുറച്ച് വാട്ടർ കണ്ടൻറ്റൊക്കെ ഒന്ന് പോയിട്ട് നന്നായിട്ടൊന്ന് കുഴഞ്ഞ് നല്ല ചുരുങ്ങി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒരു 1-2 സവോള എടുത്തിട്ട് പോലും ഇത്രയേ ഉള്ളൂ വാടി വന്നപ്പോൾ കേട്ടോ. അപ്പോൾ അതിലേക്ക് ഒരു 2 തണ്ട് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു എന്താ പറയുക, വെളുത്തുള്ളീൻ്റെയും ചെറിയുള്ളീൻ്റെയും ഒക്കെ നല്ല ഫ്ലേവർ ഉണ്ട് കേട്ടോ, ഉണ്ടാവും കേട്ടോ ഈ ഒരു തോരന്. ഇത് കണ്ടില്ലേ, ഇതിലേക്ക് ഞാൻ 1 ടീസ്പൂൺ അളവിൽ മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഒരു 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുത്തിട്ട് നമ്മൾ ഇനി ഈ ഒരു പൊടീൻ്റെ പച്ചമണം മാറുന്നത് വരെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക കേട്ടോ. അപ്പോൾ അതിലേക്ക് എന്താണ്, ഈ ഒരു സവോളയിലേക്ക് ഇതെല്ലാം ഒന്ന് മിക്സ് ആവുന്ന സമയത്ത്, ഈ ഒരു പൊടികൾ നന്നായിട്ട് മൂക്കുന്ന സമയത്ത് നമ്മൾ ഇതുപോലെ നീളത്തിൽ വളരെ തിന്നായിട്ട് അരിഞ്ഞ് വെച്ചിരിക്കുന്ന പാവയ്ക്കയും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. പാവയ്ക്ക ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇളക്കിയിട്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് പൊടിയും കൂടി ചേർത്ത് ഇത് നന്നായിട്ട് അടച്ച് വെച്ചാണ് നമ്മൾ വേവിക്കുന്നത്. ഒരു തരി പോലും നമ്മൾ വെള്ളം ചേർക്കുന്നില്ല കേട്ടോ. പിന്നെ ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് നമ്മളിതൊന്ന് അടച്ച് വെച്ച് കൊടുക്കും. അടച്ച് വെച്ച് കൊടുത്തിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇതൊന്ന് ഇളക്കി കൊടുക്കുക. ഇളക്കി കൊടുത്തിട്ട് കുറച്ച് നേരം അടപ്പിട്ടൊന്ന് മൂടി വെച്ച് കൊടുക്കുമ്പോഴത്തേക്കും തന്നെ അത്യാവശ്യം വേവും. വെന്ത് കഴിഞ്ഞതിന് ശേഷം തുറന്ന് വെച്ചിട്ട് ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുത്ത് നന്നായിട്ട് ഉലർത്തിയെടുക്കുകയാണ് നമ്മൾ ചെയ്യുന്നത് കേട്ടോ. നല്ലൊരു ഡാർക്ക് ഷെയ്ഡ് ആവുന്നത് വരെ നമ്മൾ നന്നായിട്ട് അതിലെ ജലാംശമൊക്കെ ഒന്ന് പോയി ഉറപ്പ് വരുത്തുന്നത് വരെ നമ്മൾ എന്താ പറയുക അടച്ച് വെച്ച് വേവിച്ചതിന് ശേഷം പിന്നെ തുറന്ന് വെച്ചും കൂടി ഒന്ന് കുക്ക് ചെയ്തെടുക്കണം കേട്ടോ. അപ്പോഴാണ് ഇതിൻ്റെ യഥാർത്ഥ ഒരു ടേസ്റ്റ് വരുന്നത്. ശരിക്കും ഒരു എന്താ പറയുക, ഒരു പാവയ്ക്കൊക്കെ ഫ്രൈ ചെയ്ത് കഴിക്കുമല്ലോ, ആ ഒരു ടേസ്റ്റിലേക്ക് ഇത് വരും കേട്ടോ. അപ്പോൾ അടിപൊളിയായിട്ടുള്ള തോരനാണ്, നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അടിപൊളി വിഭവമാണ്, നമുക്ക് ചോറിൻ്റെ സൈഡ് ഡിഷായിട്ട് ഉപയോഗിക്കാനുള്ള ഒരു സൂപ്പറായിട്ടുള്ളൊരു തോരനാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ നിങ്ങൾക്ക് ഉപകാരപ്പെടുകയാണെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. പിന്നെ നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യാനും കൂടി മറന്നു പോകല്ലേ കേട്ടോ. അപ്പോൾ ഞങ്ങളുടെ വീഡിയോ ഒക്കെ നിങ്ങൾ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കൂടി കമൻറ്റ് ബോക്സിലും രേഖപ്പെടുത്തുക. താങ്ക് യു ഫോർ വാച്ചിങ് ഓൾ.